നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 3 പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത്, ജൂൺ മാസത്തെ പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചോ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അതുപോലെ മൂന്നാമത്തെ കാര്യം, ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ആരൊക്കെയാണ്. അതുപോലെ പുനർവിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുനർവിവാഹ പ്രഖ്യാപനം സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഈ വീഡിയോ മുഴുവനായും കാണുക, കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല തെറ്റായ വിവരങ്ങൾക്കും വ്യക്തമായ മറുപടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയിൽ മുഴുവനായും കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആദ്യം തന്നെ ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പെൻഷൻ തുക 3000 രൂപയാക്കുമോ എന്ന തരത്തിലുള്ള നിരവധി വാർത്തകളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്ന ഒരു തീരുമാനം പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 100 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ജൂൺ മാസത്തിലും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക 2000 രൂപ തന്നെ ആയിരിക്കും. പലരും ഇപ്പോഴും ഈ മാസം 3000 രൂപ കിട്ടുമോ, കുടിശ്ശിക കൂടി ലഭിക്കുമോ എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ 2000 രൂപ ലഭിക്കുന്നതിനുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കും എന്നുള്ളതാണ്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ 25-ന് ശേഷമായിരിക്കും ആരംഭിക്കാൻ സാധ്യത. സർക്കാരിന്റെ ലക്ഷ്യം ജൂലൈ 5-നുള്ളിൽ അർഹരായ എല്ലാവരിലേക്കും തുക എത്തിക്കുക എന്നതാണ്. സാധാരണയായി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ബാങ്കുകൾ വഴിയും നേരിട്ടുള്ള വിതരണ സംവിധാനത്തിലൂടെയാണ് പെൻഷൻ എത്തുന്നത്. അതിനാൽ ഒരു പ്രദേശത്ത് ആദ്യം ലഭിക്കുകയും മറ്റൊരു പ്രദേശത്ത് പിന്നീട് ലഭിക്കുകയും ചെയ്യാം. നിങ്ങളുടെ അയൽവാസിക്ക് പെൻഷൻ ലഭിച്ചിട്ടും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ജൂലൈ ആദ്യവാരം വരെ കാത്തിരിക്കുക, അക്കൗണ്ട് പരിശോധിക്കുന്നതാണ് നല്ലത്. ഇനി വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് വരാം. ഓരോ വർഷവും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിർബന്ധമായും പൂർത്തിയാക്കേണ്ട ഒരു നടപടിയാണ് മസ്റ്ററിംഗ്. എന്നാൽ ഈ വർഷം പലരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്, മസ്റ്ററിംഗ് ഇതിനകം തുടങ്ങിയോ എന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിട്ടില്ല. അതിനാൽ നിലവിൽ ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മസ്റ്ററിംഗ് ക്യാമ്പുകളിലേക്കോ പോകേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ ചിലർ ഉടൻ മസ്റ്ററിംഗ് ചെയ്യണം, മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ നിർത്തുമെന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇത്തരം സന്ദേശങ്ങളിൽ വിശ്വസിക്കാതെ സർക്കാർ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. ലഭ്യമായ സൂചനകൾ പ്രകാരം ഈ വർഷത്തെ മസ്റ്ററിംഗ് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങൾക്ക് ശേഷമേ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ. ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷം മാത്രമേ ഗുണഭോക്താക്കൾ നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഇനി ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിഷയമായ വരുമാന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാം. ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന അറിയിപ്പ് ചില വിഭാഗം ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നത് തെറ്റായ വിവരമാണ്. പെൻഷൻ അപേക്ഷ നൽകിയ സമയത്ത് ആവശ്യമായ വരുമാന രേഖകളോ മറ്റ് അനുബന്ധ രേഖകളോ സമർപ്പിക്കാതിരുന്ന ചില ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശമുള്ളത്. നേരത്തെ എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ചവർക്ക് വീണ്ടും സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പുതുതായി പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും വീണ്ടും അപേക്ഷയോ സർട്ടിഫിക്കറ്റോ നൽകേണ്ടതില്ല. ഇനി പുനർവിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുനർവിവാഹ പ്രഖ്യാപനം സംബന്ധിച്ച കാര്യവും നോക്കാം. സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പുനർവിവാഹ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി അത്തരമൊരു പൊതുവായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. വിധവാ പെൻഷൻ പോലുള്ള പ്രത്യേക വിഭാഗങ്ങളിലെ ചില കേസുകളിൽ മാത്രമാണ് വിവാഹസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കപ്പെടുന്നത്. അതുപോലും എല്ലാ ഗുണഭോക്താക്കൾക്കും ബാധകമല്ല. അതുകൊണ്ട് പുനർവിവാഹ സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ ആരും അനാവശ്യമായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യമില്ല. നിങ്ങൾക്ക് വ്യക്തിഗതമായി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രം ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ മതിയാവും.
ഇപ്പോൾ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമത്തേത്, ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. രണ്ടാമത്തേത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ സന്ദേശങ്ങളും ശരിയാണെന്ന് കരുതരുത്. മൂന്നാമത്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നിങ്ങളാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. നാലാമത്തേത്, മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക. അഞ്ചാമത്തേത്, പെൻഷൻ വിതരണം ഘട്ടം ഘട്ടമായി നടക്കുന്നതിനാൽ വൈകിയാലും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്നത്തെ പ്രധാന വിവരങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. ജൂൺ മാസത്തിലും 2000 രൂപ ക്ഷേമ പെൻഷൻ തന്നെ ആയിരിക്കും. അതേപോലെ 3000 രൂപ വർധനവ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പെൻഷൻ വിതരണം ജൂൺ 25-ന് ശേഷം ആരംഭിക്കാനാണ് സാധ്യത. ജൂലൈ 5-നുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. വാർഷിക മസ്റ്ററിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങൾക്ക് ശേഷമായിരിക്കും മസ്റ്ററിംഗ് ആരംഭിക്കാൻ സാധ്യത. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ചില പ്രത്യേകം വിഭാഗം ഗുണഭോക്താക്കൾക്ക് മാത്രമാണ്. പുനർവിവാഹ സർട്ടിഫിക്കറ്റ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നിർബന്ധമാക്കിയിട്ടില്ല. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. ക്ഷേമ പെൻഷൻ, സർക്കാർ ആനുകൂല്യങ്ങൾ, പുതിയ പദ്ധതികൾ, ധനസഹായങ്ങൾ എന്നിവയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനലിനോടൊപ്പം തുടരുക. നന്ദി, നമസ്കാരം.